course of Moodle by entering your login and password. Then after that you will see like this. When you see that assignment would be live there. So there are many assignments already given, and you can see that assignment general 5 2D random walk. You can even watch the video already we have uploaded. It would be, you can now you can see that when I send this when I initially I put 1 2 4 3 everything would be there. In case when I executed it, the IC that also changed. If this IC I got another number, then that program returned another IC. Okay. Then after that okay, sure. Okay, so here course is here, site administration, site home. This is our course, and you can see that there are 5 assignments are already live, but this is due on 1st July. After 1st July you can't upload it, and there is a PDF also whatever is given here. എന്തൊക്കെയാണ് അതിലെ സ്റ്റെപ്പ് ഇൻവോൾവ് എന്നുള്ളതൊക്കെ പറയുന്നത്. എന്നിട്ട് you have to upload it. Yeah, I can. Come on. ടൈം ഇന്റർവെൽ ഒന്ന് കൂട്ടി തരുമോ? ടൈം ഇന്റർവെൽ ഇനി കൂട്ടാൻ പറ്റില്ലല്ലോ. ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ഇത് ഒരു ഒറ്റ പ്രോഗ്രാമേ ഇവിടെ ചെയ്യാനുള്ളൂ. ഇതല്ല, ഇതിന് ശേഷം 5 പ്രോഗ്രാം. അതിനൊക്കെ ടൈം ഇന്റർവെൽ കൂട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് ടൈം ഇന്റർവെൽ ഉണ്ട്. ഇതെല്ലാം കൂടി അല്ല, ഇത് ഫസ്റ്റിനാണ്, ഇത് ഫസ്റ്റ് ആണ്, ഇത് സെക്കൻഡ് ഡേ ആണ്. ഇത് ജൂലൈ 2 ആണ്. മനസ്സിലായോ? ഇത് ജൂലൈ 2 ആണ്, അടുത്തത് ജൂലൈ 3 ആണ്. ഇത് ഓൾറെഡി നിങ്ങൾ ചെയ്ത പ്രോഗ്രാമുകളാണ്. ഇത് ഒരുമിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജൂലൈ എൻഡ് ആകുമ്പോഴേക്ക് നിങ്ങൾ തീരൂല്ല. നമുക്ക് 24 പ്രോഗ്രാം എഴുതാനുണ്ട്. ഈ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിലെ ഒരു 12 പ്രോഗ്രാം നമ്മൾ അവസാനം പറയും. ഇത് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചാൽ മതി. പക്ഷെ നിങ്ങളുടെ സർ ഇപ്പൊ ഇത് ഫസ്റ്റ് സെമ്മിന്റെ തിരക്കില്ല. അപ്പൊ സെക്കൻഡ് സെമ്മിൽ ഇങ്ങനെ ഒരുപാട് ഇത് വരുമ്പോ ഞങ്ങൾക്ക് അതിന് സമയം കിട്ടുന്നില്ല പഠിക്കാൻ. അതുകൊണ്ടാണ്. സംഗതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മള് ഫസ്റ്റ് സെമ്മിന്റെ പരീക്ഷ കഴിയുമ്പോഴേക്ക് തേർഡ് സെം ക്ലാസ് തുടങ്ങും. അപ്പോഴോ ഫസ്റ്റ് സെമ്മിന്റെ നോട്ടിഫിക്കേഷൻ 14-ാം തീയതി വരും എന്ന് അറിഞ്ഞിട്ടുണ്ട് സർ, അതുകൊണ്ടാണ്. ഓക്കെ, അത് ശരി. അപ്പം ഫസ്റ്റ് സെം വന്നു. ഫസ്റ്റ് സെം വന്നു കഴിഞ്ഞാൽ ജൂലൈയിൽ ഈ കോഴ്സ് തീർക്കണം എന്നുള്ളത് നമുക്ക് ജൂലൈ എന്നുള്ള ഓഗസ്റ്റിലേക്കൊന്നും ഇത് നീട്ടൂല. ഇത് എന്ന് വെച്ചാൽ ഈ പ്രോഗ്രാം ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചതാണ്, നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. പിന്നെ ഈ പ്രോഗ്രാം ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്, ചെയ്തതാണ്, എല്ലാം ചെയ്തതാണ്. അല്ലാതെ ഇപ്പോൾ നിങ്ങൾ പറയൂ ജൂലൈ ലാസ്റ്റിന് ഈ കോഴ്സ് കഴിയാൻ പോകും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടില്ലല്ലോ. MBA-ക്കാരത് വന്നു. നിങ്ങളത് വരുമ്പോ പറഞ്ഞാൽ മതി. വരുമ്പം നിങ്ങളുടെ പരീക്ഷയുടെ ഇത് വരട്ടെ, വരുമ്പോ നമുക്ക് നോക്കാം. വന്നിട്ടില്ലല്ലോ ഇപ്പൊ അറ്റ് പ്രസന്റ്. അപ്പൊ വരുന്ന ടൈമിൽ നമുക്ക് നോക്കിയാൽ മതി. ഇപ്പോഴേ അത് നോക്കിക്കഴിഞ്ഞാല് ഇതേ നിങ്ങൾ തന്നെ അന്നും പറയില്ലേ കോഴ്സ് തീർന്നിട്ടില്ല, ലാബ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയില്ലേ. ഇതൊരു ദിവസം ഒരു അരമണിക്കൂർ കൊണ്ട് തീരാവുന്ന ഒരു പണിയേ ഉള്ളൂ ഞാൻ തന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്, പഠിപ്പിച്ചു തന്നാണ്, എല്ലാം ചെയ്താണ്. അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് തീരില്ല കേട്ടോ. ഇത് ഒരു ദിവസം ഒന്നേ ഞാൻ തരുന്നുള്ളൂ. രണ്ടാമത് ഇത് തന്നെ ഞാൻ 2 ആഴ്ച മുമ്പ് നിങ്ങളോട് പറഞ്ഞതാണ് ഇത് റെഡിയാക്കി വെക്കണം എന്നുള്ളത്. പിന്നെ ഇതിലേക്ക് ഇപ്പോഴിട്ടിട്ട്
ഇതേമാതിരി ഇതൊക്കെ ഓരോ ദിവസം ഒരു ദിവസം ഒന്നേ ഉള്ളൂ ഇവാലുവേറ്റ് ചെയ്യാനുള്ളൂ. സർ ഒന്നിടവിട്ട ദിവസം തരാൻ കഴിയുമോ? ഒന്നിടവിട്ട ദിവസം തന്നാൽ എന്നാ തീരാ? അല്ല, എക്സാം ഫസ്റ്റ് സെമ്മിന്റെ കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം എഴുതിക്കോളാം. ഇതിപ്പോ ഒരു ദിവസം ഒന്ന് ചെയ്തോളൂ. എക്സാം നോട്ടിഫൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. എക്സാം നോട്ടിഫൈ ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഒന്നിടവിട്ട ദിവസമൊക്കെ ആക്കാം. ഇപ്പൊ അങ്ങനെ ഒരു വന്നിട്ടില്ലല്ലോ, അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിക്കോട്ടെ കേട്ടോ. ഇത് അതിന് മാത്രം, ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത പ്രോഗ്രാം അല്ലേ ഇതൊക്കെ, തിയറി ഒക്കെ ഷെയർ ചെയ്തിട്ടില്ലേ? മനസ്സിലായില്ലേ? യെസ് സർ. ഓക്കെ ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ചെയ്ത പ്രോഗ്രാം സാർ ഷെയർ ചെയ്തിട്ടില്ല. പ്രോഗ്രാം വേണം അല്ല, ഇനി ഞാൻ ചോദിക്കുന്നത് പ്രോഗ്രാം ഇനി നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കത് ക്ലാസ് തന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ലെവലിൽ എത്തിയിട്ടില്ലേ? സർ ക്ലാസ് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വരും. നമ്മൾ ഇടയ്ക്ക് കുറെ സ്റ്റെപ്പ് കയറ്റാറില്ല. അപ്പൊ അത് അല്ല, അങ്ങനെ ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നില്ലേ? ഇല്ല സർ, വീഡിയോയും സാർ ഷെയർ ചെയ്തിട്ടില്ല. അല്ല, വീഡിയോ ഷെയർ ചെയ്യാത്ത വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഈ പ്രോഗ്രാം കോഡ് ആസ് സച്ച് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പഠിപ്പ് നടക്കില്ല. ഓക്കെ സാർ, എന്നാ വീഡിയോ മതി. വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാത്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ 2 കുട്ടികള് പിന്നെ ചോദിച്ചിട്ട് അവർ ആൻസർ പറയാത്തപ്പോൾ നിങ്ങളുടെ വഴക്ക് പറഞ്ഞുകൊണ്ട് അത് കട്ട് ചെയ്തിട്ട് ഞാൻ തരണ്ടേ? വഴക്ക് പറയുന്നത് ഒരു റെക്കോർഡായിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അവർ കാണുമ്പോൾ സാറിനെ ചീത്ത പറയുന്നു പറയണ്ടേ? ഞാൻ ചീത്തയൊന്നുമല്ല പറഞ്ഞു, ഫാക്റ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊന്ന് കട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ വീഡിയോ എന്നോട് ചോദിക്കണം. അപ്പൊ അന്ന് തന്നെ, കാരണം എനിക്ക് ചിലതൊന്നും നമ്മൾ ആ വീഡിയോ ഞാനും മറന്നുപോയി എവിടെ സൂക്ഷിച്ചു വെച്ചതെന്നുള്ളത്. ഏതായാലും അത് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കഴിഞ്ഞതാണോ അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൻ്റെ ആണോ എന്നറിയില്ല. അപ്പം ഇനി നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഫോർട്രാൻ കോഡിൽ നമ്മൾ അവസാനം പിന്നെ ലഗ്രാഞ്ചീസ് പഠിച്ചു. നമ്മളിപ്പോൾ എടുക്കുന്ന ക്ലാസ് പഠിക്കുന്നത് ഉദാഹരണമായിട്ട് ഈ പ്രോഗ്രാം നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ ഒരു സ്കില്ലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യില്ല. ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. അതിന് പകരം നിങ്ങൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് യു ക്യാൻ ബി എ വെരി ഗുഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ഇത് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. പിന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കവർ ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ അവിടെ എഴുതാനേ ഉള്ളൂ. ഇനി നമ്മൾ ലഗ്രാഞ്ചീസ് ഫോർമുല എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഡിഫറൻസ് പറഞ്ഞു, nth ഡിഫറൻസ്, n+1th ഡിഫറൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇക്വേഷൻ എടുത്തു. അപ്പോൾ നമുക്ക് അറിയാം വാട്ട് ഈസ് x1, x2, x3 എന്നുള്ളത്. ലഗ്രാഞ്ചി നിങ്ങൾ MSc കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട സ്കില്ലായിരിക്കണം. അല്ലാതെ പിന്നെ കുറെ ബൈഹാർട്ട് പഠിക്കരുത് എന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള ഒരു അപേക്ഷ. കാരണം ബൈഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും പഠിക്കില്ല. ഉദാഹരണമായിട്ട് നമ്മളൊരു ഫോറിൻ
ഒരു ഇറ്റാലിയനിലുള്ള ഒരു പാട്ട് പഠിക്കുകയാണ്. ഇറ്റാലിയനിലുള്ള ഒരു പാട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്കില്ലും ബൈഹാർട്ട് പഠിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സ്കില്ലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അല്ലേ? നിങ്ങൾക്ക് എന്താ എതിരായ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. നമ്മൾ ഇവിടെ എന്തായിരുന്നു ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ വി ഹാവ് എ സെറ്റ് ഓഫ് ഡാറ്റ. ദേ ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ഈക്വലി സ്പേസ്ഡ്. ദേ വർ ഈക്വലി സ്പേസ്ഡ്. ലഗ്രാഞ്ചീസിൽ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ്. അതുകൊണ്ടാണ് ഇങ്ങനെ ലൈനൊക്കെ വരച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഇവിടെയുള്ള വാല്യൂ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് ഓഫ് ഡാറ്റ, അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യേണ്ടത്. ഇവിടെ എവിടെയുള്ളൊരു ഇപ്പൊ 1ലുള്ള വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇത് x1 y1, x2 y2, അല്ലെങ്കിൽ x0 y1, x1 y1, x2 y2, x3 y3, x4 y4, xy y5, 1 2 3 4 5 6. അപ്പൊ 0 to 5. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വാട്ട് വി ആർ ഇൻട്രസ്റ്റഡ് ഈസ് ഇന്റർപോളേഷൻ വിൽ ഗീവ് അസ് ദർ ആർ 6 പോയിന്റ്. വി വിൽ ഗെറ്റ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 5 ആൻഡ് I'll get the value of the function which follows a polynomial of degree 5. അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു എക്സ് ആണ് അൺനോൺ വാല്യൂ ഓഫ്, പിന്നെ നമുക്ക് അറിയാവുന്നത് x1 x2 അങ്ങനെ xn വരെ നമുക്കറിയാം. അതേ രീതിയിൽ x0 x1 x2 x3 x4 x5 അതൊക്കെ ഈ എക്സ് വാല്യൂവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫംഗ്ഷന്റെ വാല്യൂ ആണ് ഇവിടെ y എന്ന് പറഞ്ഞാൽ 7 15 ഇങ്ങനെയുള്ള വാല്യൂ ഒക്കെ y വാല്യൂസ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിൽ നമ്മൾ എക്സ് വിത്ത് റെസ്പെക്ട് ടു ഓൾ x1 x2 x3 അങ്ങനെ xn വരെ, ഞാൻ തുടക്കത്തിൽ 0 വരുമ്പോൾ ആര് വരരുത്? x0 ആയിട്ടുള്ള ഡിഫറൻസ് ന്യൂമറേറ്ററിൽ വരരുത്. ഇനി താഴെ എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് ഓൾ പോയിന്റ്സ് വിത്ത് റെസ്പെക്ട് ടു x0. മനസ്സിലായോ? അതേ രീതിയിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ 1 2 3 4 5 പോയിന്റ്സ് ഉണ്ട് നോക്കാം. ഇവിടെ 0യും കൂടി ഉണ്ട്, 0 to 5 ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈ ഫോർട്രാൻ പ്രോഗ്രാം എഴുതുമ്പോൾ 0 വേണമെങ്കിൽ എടുത്താൽ മതി, 1 to 5 എടുത്താൽ മതി. 1 2 3 4 ഇവിടെ ആകുമ്പോൾ 6 വരെ വേണം, 6 വരെ എടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിന്റെ ഇടയിൽ ഏതോ ഒരു വാല്യൂ കണ്ടുപിടിക്കുകയാണ്. എക്സ് 1.5 ആണ് ടേം. ഇപ്പൊ ഇവിടെ നമ്മൾ 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ആ ടേം ആണ് കേട്ടോ, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം. പക്ഷെ ആ ടേമുള്ള എക്സ് വാല്യൂ ദേ ആർ നോട്ട് 1 2 3 4 5. ദേ ടേം x0 എന്നുള്ളത് നമ്മൾ ഇനി വിളിക്കാൻ പോകുന്ന 1, x1 എന്ന് പറഞ്ഞാൽ 0.5 ആണ്, x2 എന്ന് പറഞ്ഞാൽ 2 ആണ്, x3 എന്ന് പറഞ്ഞാൽ 3.7 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പാറ്റേൺ നമുക്ക് അറിയണം. ഏത് തമ്മിലുള്ള ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നിട്ട് ഇത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് ഫോർട്രാൻ പ്രോഗ്രാമിൽ ചെയ്യേണ്ട കാര്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? Yes, sir.
മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഇൻപുട്ട് 3 നോക്കാം എങ്ങനെയാണ്. 1.8, 1.3, 1.39 ഇത് ഒരു ഈക്വലി സ്പേസ്ഡ് അല്ല എക്സ് വാല്യൂ. അപ്പൊ നമുക്ക് അതിനെ ആദ്യം വിളിച്ചിട്ട് പിന്നെ നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ ഇൻപുട്ട് 3 എടുത്തിട്ട് സെറ്റ് ഓഫ് വാല്യൂ എടുക്കാം, ഔട്ട്പുട്ട് 3 എടുക്കാം. അതാണ് ഇവിടെ ഔട്ട്പുട്ട് 3. ഔട്ട്പുട്ട് 3 എവിടെ പോയി? അപ്പൊ ഇവിടെ നോക്കിയപ്പോ നിങ്ങൾക്ക് അറിയാം എക്സ് വാല്യൂവും വൈ വാല്യൂവും വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എക്സ് വാല്യൂ വൈ വാല്യൂ വന്നു. ഇത് ഞാൻ 1, 2, 3, 4, 5, 6 എന്ന് ഇട്ടു. അത് മനസ്സിലായോ? 6 ടേം ഇട്ടു. ഇനി എനിക്ക് എന്താ കാണേണ്ടത്? എനിക്ക് എവിടെയുള്ള 1.5 ഉള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക. 1.5 ഉള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഇതിനൊക്കെ x1, x2, x3, x4, x5, x6 എന്ന് എടുത്തു. അപ്പൊ ന്യൂമറേറ്ററിൽ എനിക്ക് എന്താ വേണ്ട? ആദ്യത്തില് ഈ എക്സ് വിത്ത് റെസ്പെക്ട് ടു ഞാൻ ഫസ്റ്റ് ടേം എടുക്കുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് കണ്ട ഇത് കണ്ടുപിടിച്ചാൽ മതി. അത് മനസ്സിലായോ നിങ്ങൾക്ക്? യെസ് ഓർ നോ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. ഐ വിൽ ബി ഗിവിംഗ് ദി ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഞാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാം കൊണ്ടാണ് പ്രോബ്ലം ജനറേറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റില്ല. കാരണം ആ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ഇത് ആഡ് ചെയ്യേണ്ട ടൈം അപ്പോഴേക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എന്താ ചെയ്തെന്ന് വെച്ചാല് നമ്മളുടെ ആ ഇൻപുട്ടിൽ നിന്ന് x1, x2 എന്ന് റീഡ് ചെയ്തു. എന്നിട്ട് y1, y2 എന്നും പറഞ്ഞിട്ട് y1 ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ x1 xi എടുത്തു. അങ്ങനെ ഡാറ്റ ജനറേറ്റ് ചെയ്തു. അതാണ് ഇവിടെ കഴിഞ്ഞത്. ആ ഡാറ്റയാണ് ഇത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഡാറ്റ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പണി കഴിഞ്ഞു, ഫസ്റ്റിലെ പണി കഴിഞ്ഞു. ഇനി അതാണ് നമ്മൾ ഇനി അടുത്ത ഇൻപുട്ടായിട്ട് എടുക്കേണ്ടത്. ഈ വാല്യൂ ആണ് ഇൻപുട്ടായിട്ട് എടുക്കേണ്ട. ഈ വാല്യൂ ആണ്. ഇതിന്റെ പുറമെ ഈ എക്സ് വാല്യൂവിൽ എവിടെയാണ് നമുക്ക് എക്സ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നോക്കാം. അപ്പൊ നിങ്ങളൊന്ന് പറയൂ, ഏത് എക്സ് വാല്യൂ ആണ് എടുക്കേണ്ടത്? ഏത് എക്സ് വാല്യൂ ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്? ഇവിടെ ഓൾറെഡി എക്സ് വാല്യൂ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എക്സ് വാല്യൂ. ഇവിടെ എവിടുത്തെ വാല്യൂ ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്? ലെറ്റ് us say 1.5 1.25 എന്താണ് പറയൂ കുട്ടികളെ? Given this set of data, you want to find the value of the function corresponding to എവിടെയുള്ള വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയാം. 1.5 ആയിക്കോട്ടെ. അപ്പം 1.5 ആണെങ്കിൽ നിങ്ങളൊരു പെൻ ആൻഡ് പേപ്പർ എടുക്കുക. ഇപ്പൊ ഈ സെറ്റ് ഓഫ് ഡാറ്റ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്റെ ഡെസ്ക്ടോപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. കാരണം ഈ പ്രോബ്ലംസ് പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. തിയറിയിൽ ഈ പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട് എന്നുണ്ട്, ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിലുള്ള ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇതിൽ 6 ഡാറ്റ ഉണ്ട്, നമുക്ക് 4 മതിയോ? അപ്പൊ നിങ്ങളുടെ കാൽക്കുലേഷൻ എളുപ്പമായിരിക്കും. 4 മതി. അപ്പൊ നമുക്ക് 4 ലിമിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഈ പ്രോബ്ലം ചെയ്യുകയും ചെയ്യാം. പിന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് 3 4 എന്ന് കൊടുത്തു. 4 ഡാറ്റ ഉള്ളത്.
അപ്പം ഫയൽ, സേവ്, ബിൽഡ്, ഓക്കെ, ഫയൽ, ക്ലോസ്, വർക്ക്സ്പേസ്. ഇപ്പൊ 4 ഞാൻ അവിടുന്ന് എടുക്കുന്നുള്ളൂ. അപ്പൊ 69 ബിൽഡ്, റീബിൽഡ് ഓൾ, ബിൽഡ്, ഞാൻ എക്സിക്യൂട്ട് ചെയ്തപ്പം 4 ഡാറ്റ കിട്ടി. ഔട്ട്പുട്ട് 4 ഡാറ്റ കിട്ടി. പിന്നെ നിങ്ങൾ എവിടെയാണ് ഈ എക്സ് വാല്യൂ? ഇതൊക്കെ എക്സ് ആണ്, ഇതൊക്കെ എക്സ് ആണ്, ഇതാണ് വൈ വാല്യൂ. ഇനി നിങ്ങൾ എത്ര പറഞ്ഞ 1.5 അല്ലേ പറഞ്ഞത്? 1.5 അല്ലേ പറഞ്ഞത്? ഓക്കെ. ഇനി നമ്മൾ ഇതിൽ നോക്കുക. ഇതിൽ അങ്ങനെയാണെങ്കിൽ 1.5 ആണ് എക്സ് എന്ന് പറഞ്ഞാൽ, അപ്പൊ അവിടെ എവിടെയെങ്കിലും എഴുതാം എക്സ് ഈസ് ഈക്വൽ ടു 1.5 ആൻഡ് x1 നമ്മൾ ഇവിടെ 0ന് പകരം 1 എന്ന് എടുക്കാം. x1, x2, x3, x4 4 വാല്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ്, ആദ്യം 1 എടുക്കാം. 1 എടുക്കുമ്പോൾ നമുക്ക് 1 തമ്മിലുള്ള വ്യത്യാസം ഒഴിവാക്കാം. അപ്പൊ എക്സ് മൈനസ് എക്സ് ടു ഇൻറ്റു എക്സ് മൈനസ് എക്സ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഫോർ, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. എന്നിട്ട് കറസ്പോണ്ടിങ്ലി നമുക്ക് y1, y2, y3, y4 എന്ന് കണ്ടുപിടിക്കാം. ഞാനിത് വേറെ മാറ്റി എഴുതാം. ഫയൽ, ഇനി നിങ്ങൾക്ക് ലഗ്രാഞ്ചിയനിലെ മാതിരി x0 വേണമെങ്കിൽ അതും പറയാം. എന്താ വേണ്ടത്? പറയൂ 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 കുട്ടികളെ. സർ, ആ സെക്കൻഡ് ടേം ഉണ്ടല്ലോ, ആ സെക്കൻഡ് ടേമില് ഡിനോമിനേറ്ററില് x2 മൈനസ് ഇവിടെയാണോ? ഈ ഇക്വേഷന്റെ സെക്കൻഡ് ടേം അല്ല, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ. ഇവിടെ പറയും. ഈ ഇക്വേഷന്റെ തേർഡ് ടേം. ഓക്കെ, ഇവിടെ ആ തേർഡ് ടേമിന്റെ ഡിനോമിനേറ്ററില് x2 മൈനസ് എക്സ് നോട്ട് ഇൻറ്റു x2 മൈനസ് x1. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത് ഇനി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ y0 അല്ലേ, y0 അല്ലേ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഞാൻ ആദ്യം x0 എടുത്തു. നമുക്കിങ്ങനെ പറയാം, ഇതിനെ ഇനി ഞാൻ x0 എന്ന് വിളിച്ചു, ഇതിനെ x1 എന്ന് വിളിച്ചു, x2 എന്ന് വിളിച്ചു, x3 എന്ന് വിളിച്ചു. ഇങ്ങനെ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തില് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എക്സിൽ നിന്നുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചു, ഓൾ ദി ടേംസ് എക്സ്ക്ലൂഡിങ് x0. അപ്പൊ ഏതാണ് എക്സ് മൈനസ് എക്സ് വൺ, എക്സ് മൈനസ് എക്സ് ടു, എക്സ് മൈനസ് എക്സ് ത്രീ. അത് മനസ്സിലായോ? ന്യൂമറേറ്ററിൽ അത് മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എടുക്കാം. എന്നാ പിന്നെ നമുക്ക് പിന്നെ നമ്മൾ ഫോർട്രാൻ പ്രോഗ്രാം എഴുതുമ്പോൾ മറ്റതാണ് എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ? ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ടല്ലോ? കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ജനറേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഞാൻ ആദ്യം x0 ആണ് എടുത്തത്. അപ്പൊ ഞാൻ x0 ആയിട്ടുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട. അപ്പൊ എക്സ് മൈനസ് എക്സ് വൺ, എക്സ് മൈനസ് എക്സ് ടു, എക്സ് മൈനസ് എക്സ് ത്രീ, 3 ടേമേ വരുന്നുള്ളൂ. ന്യൂമറേറ്റർ മനസ്സിലായോ? ഇനി ഇവിടെ ഗുണിക്കേണ്ടത് ഏതുകൊണ്ടാണ്? y0 കൊണ്ടാണ്. വാട്ട് ഈസ് y0?
2.71. യാ യാ. അപ്പൊ അതിനെ കൊണ്ട് ഗുണിക്കാം. ഇനി ഡിനോമിനേറ്ററിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മളിപ്പോ ഈ x0നെ എക്സ്ക്ലൂഡ് ചെയ്തല്ല ന്യൂമറേറ്ററിൽ. വി എക്സ്ക്ലൂഡഡ് x0 ഇൻ ദ ന്യൂമറേറ്റർ. എഗ്രി? Agreed, sir. അപ്പം x0ക്ക് ദേഷ്യം വരും. അപ്പൊ x0 അതിന് പകരമായിട്ട് പറയും എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഡിനോമിനേറ്ററിൽ എടുക്കണം എന്ന് പറയും. അപ്പൊ x0 മൈനസ് x1, x0 മൈനസ് x2, x0 മൈനസ് x3. ഇത് മനസ്സിലായോ? Yes, sir. ഇനി ഗുണിക്കേണ്ടത് y0നെ കൊണ്ടാണ്. ഓക്കെ, നമ്മള് ഈ ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് y0നെ കൊണ്ടാണ്. വാട്ട് ഈസ് y0? ദി ഫംഗ്ഷൻ വാല്യൂ കറസ്പോണ്ടിങ് ടു x0. അത് ചെയ്തോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ. ഈ ഉള്ളത് x1 ആണ്. x1ൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇന്റർനെറ്റ് പോയോ? ഹലോ, നെറ്റ് പോയോ? ഇല്ല സർ. ഓക്കെ, ഇനി x1ന്റെ കേസിൽ ഇനി പോവേണ്ടത് ഇതാണ്. ഇനി അടുത്ത ടേം എന്താണ്? ഇനി അടുത്ത ടേമിൽ നമ്മൾ y1 ആണ് എടുക്കാൻ പോകുന്നത്. ഇവിടെ y0 മാതിരി y1 ടേം 1 ആണ്. അപ്പൊ ടേം 1 ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വി ഷുഡ് ഡു ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് x ഫ്രം x0, x1, x2, x3. അതാണ് ഇവിടെ കൊടുത്ത് x മൈനസ് x0, x മൈനസ് x2, x മൈനസ് x3. ന്യൂമറേറ്റർ മനസ്സിലായോ? മനസ്സിലായി, സർ. ഓക്കെ താങ്ക് യു. പറയൂ, ഇത് ന്യൂമറേറ്റർ മനസ്സിലായല്ലോ അല്ലെ? ഇവിടുത്തെ ന്യൂമറേറ്റർ എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ? Yes, sir. ഇനി എന്ത് വെച്ചാൽ, ഇനി ഡിനോമിനേറ്ററിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം നമ്മൾ ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്തത് ആരെയാണ്? x1 ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് x1 വിത്ത് all the other term, x1 minus x0, x1 minus x2, x1 minus, പറയൂ, x1 minus x3. x1 minus x3. ഇനി അതിനെ ആരെ കൊണ്ടാ ഗുണിക്കേണ്ടത്? വി ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ y1. മനസ്സിലായോ? യെസ് സർ. ഇനി അതേ രീതിയിൽ y2 ഉണ്ടാവും, y3 ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് 4 ടേം ഉണ്ടാവും, y0, y1, y2, y3. അപ്പൊ ഇവിടെ 0, 1, 2, 3 എന്നൊക്കെ പറയുന്ന ആർബിട്രറി ആണ്. അപ്പൊ നമുക്ക് ഫോർട്രാനിലൊക്കെ എഴുതാൻ പറ്റുന്നത് എന്താ വെച്ചാൽ 1 to 4 എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾ വാട്ട് യു പ്രിഫർ, വെദർ യു പ്രിഫർ 0 to 3 or 1 to 3, 1 to 4 in the program? 0 to 3. 0 to 3. അപ്പൊ അങ്ങനെ 0 to 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോഗ്രാമിൽ എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണം. ഹലോ മാഡം, ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? 12 മണി 12 കാലം. ഓക്കെ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ അത് നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ 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 നോ പ്രോബ്ലം.
ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് 0 to, അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് 1 to n എഴുതാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇപ്പൊ ഓൾറെഡി നമുക്കൊരു സെറ്റ് ഓഫ് ഡാറ്റ ഓൾറെഡി അവിടെ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് ആ പ്രോഗ്രാം ഇപ്പൊ ആദ്യത്തെ 69 എന്നുള്ള പ്രോഗ്രാമിന് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് 69 കൺട്രോൾ സി കൺട്രോൾ വി 69 എന്നുള്ള പ്രോഗ്രാമിന് നമ്മൾ ലിമിറ്റ് ചെയ്യുക, ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആക്കി മാറ്റി. ഇപ്പൊ ഈ പ്രോഗ്രാം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഡാറ്റ ജനറേറ്റ് ചെയ്യും. സേവ് ചെയ്തു, ബിൽഡ് റീബിൽഡ് ഓള്. അപ്പം ചിലപ്പോൾ എന്താ വാർണിംഗ് ഒക്കെ ഉണ്ടാവും, ജെ എന്നൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട, നമുക്ക് ആവശ്യമില്ലെങ്കിൽ ജെ വേണ്ടല്ലോ. അപ്പൊ ഇത് ഡാറ്റ ജനറേറ്റ് ചെയ്തു, ഇനി സേവ് ചെയ്തു. ഇനി നോക്കാം, ബിൽഡ് റീബിൽഡ് ഓള്, ബിൽഡ് എക്സിക്യൂട്ട്. ഓക്കെ, ഇനി എന്തൊരു എൻ ഒഴിവാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ഇനി ഫയൽ ക്ലോസ് വർക്ക് സ്പേസ്. യെസ്, ഹലോ ഏട്ടാ, എന്താണ്? പറയൂ ഏട്ടാ, എന്താണ്? ആ ആ ആ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാം. ഹലോ, അപ്പോ നമ്മള് പിന്നെ ഡാറ്റ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് 3 കിട്ടി. ഇനി ഇതാണ് നമ്മൾ ഇൻപുട്ട് ആക്കിയിട്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആ പ്രോഗ്രാം 69 പിന്നെ ഞാനൊരു 17 എഴുതാൻ പോവാണ്. കൺട്രോൾ സി കൺട്രോൾ വി. പ്രോഗ്രാം 70 എന്ന് കൊടുത്തു. 70 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇനി എന്താ വെച്ചാൽ നമ്മളുടെ എക്സ് വാല്യൂ ഉണ്ട്, വൈ വാല്യൂ ഉണ്ട് അല്ലേ? നമ്മൾ തുറക്കുന്ന ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന വാല്യൂ ഔട്ട്പുട്ട് 3 എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. ഔട്ട്പുട്ട് 3 എന്നുള്ള വാല്യൂ ആണ് റീഡ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ എക്സ് വൈ എന്നൊക്കെ വിളിച്ചു. പിന്നീട് ഇത് അഗ്രീഡ് ആണല്ലോ. എന്നിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. പിന്നെ കൺട്രോൾ സെറ്റ് ഓക്കെ, നമുക്ക് അതൊന്ന് എഴുതാം. ഇനി ഇപ്പൊ 0 to n ആവുമ്പോൾ നമുക്ക് n 3 അല്ലേ വരുള്ളൂ അല്ലേ? n 3 വരെ അല്ലേ ഉള്ളൂ വരിക, കാരണം ഒന്ന് 0 അല്ലേ? ഒന്ന് പറയടോ. 3 ഉള്ളൂ, പക്ഷെ നമുക്ക് 4 ടേം എടുക്കണം അറേയില്. 1 0 1 2 3. അപ്പൊ നമുക്ക് ആ ഒരു ട്രിക്ക് അറിയണം. അപ്പൊ ആ ട്രിക്കാണ് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി, 0 a എന്നുള്ളതിന് 0, n 0 to n 0 to n ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് ഡു i is equal to 0 to n കൊടുത്തു. റീഡ് xi yi. എന്നിട്ട് ഇത് നമുക്ക് റൈറ്റ് ചെയ്യാം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ തന്നെ റൈറ്റ് ചെയ്യാൻ പോവാണ്. ബിൽഡ് റീബിൽഡ് ഓൾ. വാർണിംഗ് എന്താണ് വാർണിംഗ്? ഓക്കെ, ബിൽഡ് എക്സിക്യൂട്ട്. ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സർ. കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇതാണോ നിങ്ങൾ കംഫർട്ടബിള്? 0 to n എന്ന് എഴുതണം, 0 to n എന്ന് എഴുതണം,
മെട്രിക്സിന് 0 to n, 0 to n എന്നുള്ളത് സെമിക്കോളൻ ഇട്ടു, ഔട്ട്പുട്ട് 3 റീഡ് ചെയ്തു. ഈസ് ഇറ്റ് കംഫർട്ടബിൾ ടു യു? ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കണ്ടേ പ്രോഗ്രാം അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ക്ലോസ് ഫയല് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എക്സ് എന്താന്ന് നമ്മൾ കൊടുക്കുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കാൻ പറ്റൂല, കാരണം എക്സ് ഓൾറെഡി ഈസ് എൻ അറേ. എക്സ് യു എന്ന് കൊടുത്തു. അൺനോൺ വാല്യൂ ഓഫ് എക്സ് യു ഈസ് ഈക്വൽ ടു നിങ്ങൾ പറഞ്ഞു 1.5. അപ്പൊ അത് എനിക്ക് ഡിസ്പ്ലേയിൽ ഒന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റൈറ്റ് സ്റ്റാർ കോമ സ്റ്റാർ എക്സ് യു എന്ന് കൊടുത്താൽ മതി. ഇനി വേണം ഒരു മെസ്സേജ് ആയിട്ട് വരുത്തണമെങ്കിൽ എക്സ് യു ഈസ് ഈക്വൽ ടു എക്സ് യു എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി എടുക്കുക, ബിൽഡ് റീബിൽഡ് ഓൾ. അപ്പൊ എക്സ് യു നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, എക്സ് യു കൊടുത്തു. അതേമാതിരി വൈ യുന്നും കൂടി കൊടുക്കാം, അതൊരു അൺനോൺ ആയി കിടന്നോട്ടെ. ബിൽഡ് റീബിൽഡ് ഓൾ, ബിൽഡ് എക്സിക്യൂട്ട് അല്ലേ? 1.5 വന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കേട്ടോ. ഈ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ടേം ഉണ്ട്. ആദ്യം ഇത്, പിന്നെ ഇത്, 4 ടേം ഉണ്ടാവും. അപ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡു ആദ്യത്തെ ടേം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഡു അവിടുത്തെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ടേം എന്നുള്ളതിന് ii എന്ന് വിളിച്ചു. ii ഈസ് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ എന്താ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഫസ്റ്റിലെ ടേം എക്സ് മൈനസ്. ഓക്കെ, അത് മറ്റടുത്തുനിന്ന് കോപ്പി ചെയ്യാം. നിങ്ങൾ 0 പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ എക്സ് മൈനസ് എക്സ് 1 2 3 4 അതുവരെയുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ii ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പൊ ഡു ഐ ഈസ് ഈക്വൽ ടു 1 0 to 4 ആണോ 3 ആണോ? 3 അല്ലേ? 0 to 3 എന്ന് കൊടുക്കുക. 0 to 3 എന്ന് കൊടുക്കുക. എക്സ് മൈനസ് എക്സ് ഐ എന്ന് കൊടുക്കുക. അതല്ലേ നമുക്ക് ഇവിടെ വേണ്ടത്? എക്സ് മൈനസ് എക്സ് ഐ അല്ലേ വേണ്ടത്? പക്ഷെ 0 വരും. അതെ, അതാ വേണ്ടത്. പക്ഷെ ഇവിടെ 0 വരും ചെയ്യും. അപ്പൊ എക്സ് മൈനസ് എക്സ് 0 വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 0 വരാൻ പാടില്ല അല്ലേ? അതെ സർ. അപ്പൊ നമുക്ക് വരാൻ പാടില്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടീഷൻ കൊടുക്കുക ചെയ്യാം? അറിയാം അതെങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഇപ്പൊ ഇങ്ങനെ പിന്നെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഇങ്ങനെ കുറെ ആൾക്കാർ വരി നിൽക്കുകയാണ്. അപ്പൊ അവിടുത്തെ ആ ഗേറ്റിൽ നിന്ന് എന്താ ആദ്യം നോക്കുക? പറയടോ. റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ? അങ്ങനല്ല, ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോകുമ്പോ ആദ്യം ചെക്ക് ചെയ്യേണ്ട ആൺകുട്ടി അല്ലാന്ന് ചെക്ക് ചെയ്യണ്ടേ? ആൺകുട്ടികളെ നിങ്ങൾ അവിടെ കടത്തി വിടോ? ഇല്ല സർ. അപ്പൊ അതേ രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ കൊടുത്തൂടെ? എന്താ കൊടുക്കുക? വാട്ട് ഈസ് ദി റണ്ണിങ് വേരിയബിൾ ഹിയർ? ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ എന്താണ്? I. അത് ഏതാ ആവാൻ പാടില്ലാത്ത വേരിയബിള്? 0. അപ്പൊ എങ്ങനെ കൊടുക്കും? ഗ്രേറ്റർ ദാൻ കൊടുത്താലുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ചില കേസിൽ 2 ആണെങ്കിൽ ലെസ് ദാനും വരൂലേ? നമുക്ക് എല്ലാ 1 2 3 4 0 1 2 3 എന്നുള്ളതിൽ 0 മാത്രം എക്സ്ക്ലൂഡ് ചെയ്യണം. ഇനി ആ റൂള് തന്നെ അടുത്തതിലും അപ്ലിക്കബിൾ ആയിരിക്കണം.
I+1. I+1 എളുപ്പമുള്ള ഈഫ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇവിടെ. If I not equal to 0 എന്നാണോ? എന്തിനാ 0 കൊടുക്കുന്നത്? ദാറ്റ് മസ്റ്റ് ബി എ വേരിയബിൾ. ഇവിടെ ഐ നമ്മൾ കൊടുത്തത് അതിനു വേണ്ടിയിട്ടാ. ഇഫ് ഐ നോട്ട് ഈക്വൽ ടു ഐ, മനസ്സിലായോ? യെസ് സർ. ഇങ്ങനെ കൊടുത്താല് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ദെൻ നമുക്ക് കുറെ കാര്യം ചെയ്യാനുണ്ട്. xi പിന്നെ നമുക്ക് അപ്പൊ ഇവിടെ എന്ത് ചെയ്തു വെച്ചാല് ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാല് പിന്നെ നിങ്ങൾ നല്ലോണം ഇവിടെ അതിന് മാത്രം വലിയ ഇന്റഗ്രേഷൻ ഒന്നും പഠിക്കാനില്ല. ഇവിടെ ആകെ നിങ്ങൾക്ക് ലോജിക്കാണ് വേണ്ടത്. ഉദാഹരണമായിട്ട് നിങ്ങളിപ്പോ ഒരു മൊബൈൽ യൂസ് ചെയ്യാണ്, പെട്ടെന്ന് ക്ലാസ് കാണുമ്പോൾ രക്ഷിതാക്കൾ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ വേറെന്തോ യൂട്യൂബൊക്കെ കാണാണ്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഉടനെ ലോജിക്ക് ഉപയോഗിക്കില്ലേ? എന്താ ലോജിക്ക് ഉപയോഗിക്കുക? അപ്പൊ വിൻഡോ മാറ്റും ഇല്ലേ? ഞാൻ എൻ്റെ മോൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്, അല്ലേ? യെസ് സർ. അപ്പൊ അവിടെ ആകെ യൂസ് ചെയ്യുന്നത് അവന് ചെറിയൊരു ലോജിക്കാ യൂസ് ചെയ്യാൻ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതേ രീതിയിൽ ഈ ഫൈ നോട്ട് ഈക്വൽ ടു ഐ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഐ ക്യാൻ ഫൈൻഡ് എക്സ് മൈനസ് എക്സ് ഐ കൊടുത്താൽ ഇവിടെ ഏതൊക്കെ കിട്ടും? 4 കണ്ടീഷനിലും എനിക്കിത് വാലിഡ് ആണ്. അപ്പൊ ഐ 1 വരും, 2 വരും, 3 വരും. ഇനി ഞാൻ ഇവിടെ 1 കൊടുത്താൽ 0 വരും, 1 വരൂല, 2 വരും, 3 വരും, അല്ലേ? അപ്പൊ ഈ ചെറിയൊരു കണ്ടീഷനിലൂടെ ഇത് കിട്ടി. അപ്പോൾ ഐ ക്യാൻ ഗെറ്റ് ദി ന്യൂമറേറ്റർ ഈസിലി. അപ്പൊ ഇതില് ന്യൂമറേറ്റർ കംപ്ലീറ്റ് ഇതിൽ ചെയ്യും. പക്ഷെ ഈ ന്യൂമറേറ്ററിൽ ദിസ് ഈസ് നോട്ട് എ സിംഗിൾ ടേം. ഇതിനെ പ്രോഡക്റ്റ് ആയിട്ടാണ് കാണേണ്ടത്. x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പറയൂ. നിങ്ങൾ ഇതുവരെ പ്രോഗ്രാം ഇങ്ങനെ കോപ്പി ചെയ്ത് ചെയ്യുന്നോണ്ടാണ് നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കാത്തത്. You have to prove that in Calicut University affiliated കോളേജിനേക്കാളും ബെസ്റ്റ് ബ്രെയിൻ നിങ്ങളാണെന്നുള്ളത് ലോജിക്കലി എങ്കിലും നിങ്ങൾ പ്രൂവ് ചെയ്യണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യണം? x1, x2, x3 3 ടേം എനിക്ക് എടുക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യും? പറഞ്ഞൂടി. ആർക്ക് പറയാം? നിങ്ങൾ സന്ദേശം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട്. xi+1 കൊടുത്താൽ മതിയോ? എക്സ് അല്ലട, ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താ പോരെ? അത് മതി. ഞാൻ x1 x2 അതെങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളത്. പണ്ട് നിങ്ങൾ ഈ സന്ദേശം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതില് നാരിയൽ കാ പാനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എന്ത് പറയും, വിദ്യാഭ്യാസമുള്ള ഒറ്റ കുട്ടിയില്ലടോ നമ്മുടെ കൂട്ടത്തിൽ എന്നുള്ള രീതിയിലാണ്. പ്രോഗ്രാമിംഗ് അറിയുന്ന ആരുമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് എന്നും പറഞ്ഞിട്ട്, കാരണം പ്രോഡക്റ്റ് ന്യൂമറേറ്ററിലും ഉണ്ട് ഡിനോമിനേറ്ററിലും ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് PNR എന്ന് കൊടുക്കാം. പ്രോഡക്റ്റ് NR, PNR എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പ്രോഡക്റ്റിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഏത് നമ്പർ കൊണ്ടായിരിക്കണം? പ്രോഡക്റ്റിന് ഞാൻ ഇനീഷ്യൽ വാല്യൂ കൊടുക്കേണ്ടത് ഏത് വാല്യൂ കൊണ്ടായിരിക്കണം? Can I give 0? No. കാരണം Overall product will be 0. Overall product, excellent answer. Okay, overall product would be 0. But here what I should give then? അപ്പൊ ഞാൻ ഏത് കൊടുക്കണം? പ്രോഡക്റ്റ് മസ്റ്റ് ബി 1. വെരി ഗുഡ്. അപ്പൊ വി ഹാവ് ടു ഗീവ് ദി ഐഡന്റിറ്റി. കാരണം ആ പ്രോഡക്റ്റിന് 1 കൊടുത്തു, ഞാൻ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ഇൻ ദ സെയിം വേ ദി ഡിനോമിനേറ്റർ മസ്റ്റ് ആൾസോ ബി എ പ്രോഡക്റ്റ് ഓഫ് സംതിങ്. അപ്പൊ ഞാൻ ഡിനോമിനേറ്ററിന്റെ പ്രോഡക്റ്റിനെ ഞാൻ എന്തായിട്ട് ഇനീഷ്യലൈസ് ചെയ്യണം? പറയൂ. ഇതേമാതിരി തന്നെയല്ലേ കുട്ടികളെ?
ആരും കേൾക്കുന്നില്ലേ? ഡിനോമിനേറ്ററിൽ അതേമാതിരി യു ആർ ഫൈൻഡിങ് ദി പ്രോഡക്റ്റ്. അപ്പം വാട്ട് മസ്റ്റ് ബി മൈ ഇനീഷ്യലൈസേഷൻ? 1 തന്നെയല്ലേ? 1 തന്നെയാണ്. പിന്നെന്താ നിങ്ങൾക്കൊരു സംശയം? ഓക്കെ, അപ്പോൾ PNR എന്നുള്ളതിന് പകരം പ്രോഡക്റ്റ് DR എന്ന് കൊടുത്തു. DR അതും 1 എന്ന് കൊടുത്തു. ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കേട്ടോ, ഞാൻ ഇതിനേക്കാൾ എളുപ്പം വഴി പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ കൊടുത്തു. അപ്പൊ നമ്മൾ ഉടനെ തന്നെ വി ഹാവ് ടു ഡിക്ലെയർ PNR-ഉം DNR-ഉം. DNR കേട്ടോ, PNR-ഉം DNR-ഉം കൊടുത്തു. ഇനി പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു, ഇനിയിപ്പോ നമ്മൾ പറയാ പ്രോഡക്റ്റ് ഈസ് PNR ഈസ് ഈക്വൽ ടു whatever the PNR into x minus xi. ഇത് ഫസ്റ്റിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യും. പിന്നെ അടുത്ത വരുമ്പോൾ 0-ൽ ഇത് എടുക്കൂല. 1 ആകുമ്പോൾ ഇവിടെ ഇവാലുവേറ്റ് ചെയ്യും, 2 ആകുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യും, 3 ആകുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ end if എന്ന് കൊടുക്കണം, if ആയതുകൊണ്ട്. പിന്നെ ഇവിടെ ഡു ആയതുകൊണ്ട് എൻഡ് ഡു എന്നും കൊടുക്കണം. ഇനി നിങ്ങൾ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യൂ. പിന്നെ ഇവിടെ അത് എഴുതണം. ഫസ്റ്റിലെ ന്യൂമറേറ്ററിന്റെ വാല്യൂ ഒന്ന് എഴുതൂ. റൈറ്റ് സ്റ്റാർ കോമ സ്റ്റാർ PNR is equal to two errors. What are the errors? സർ PDR അല്ലേ നമ്മൾ ഡിനോമിനേറ്ററിനെ ഡിഫൈൻ ചെയ്തത്, പക്ഷേ ഡിക്ലറേഷൻ Is it okay now? ഡിക്ലറേഷനിലെ DNR ആണ്. PDR. Okay. So one error again. What is our error? AYU. What is the error? II. Okay, II is also an integer. Again error. Different rank 24. സർ ആ I ഈക്വൽ ടു 0 എന്ന് കൊടുക്കണ്ടേ? If അല്ല, അതിന്റെ മുകളിൽ PNR ഈക്വൽ ടു 1ന്റെ മുകളിൽ I ഈക്വൽ ടു 1 എന്നല്ലേ കൊടുത്തേക്കണേ? അവിടെ 0 കൊടുക്കണ്ടേ? ഓക്കെ, ആദ്യത്തില് 0 ആണ് കൊടുക്കേണ്ടത്. അതല്ല ഇവിടുത്തെ ഇഷ്യൂ. ഓക്കെ, അതുകൊണ്ട് എറർ വരേണ്ട കാര്യമില്ല. ബിൽഡ് റീബിൽഡ് ഓൺ. There is some other error. Okay, I'll just find it out. Okay, ഒരു മിനിറ്റ്. Do I is equal to 0 to n ഇങ്ങനെ കൊടുക്കണ്ട കേട്ടോ. 0 to n ഇങ്ങനെ കൊടുക്കാൻ 0 to 3 1 നോക്കട്ടെ. Build all. Do I is equal to 0 to 3. 0 to 3 എന്ന് കൊടുത്താലോ? ഓക്കെ, ഒരു മിനിറ്റ്. ഞാൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ അറിവിൽ തന്നെ ഇതിനൊരു ആൻസർ കണ്ടിട്ടില്ലെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് വല്ല സജഷൻ പറയാനുണ്ടോ? അറേസ് ഓഫ് ഡിഫറെന്റ് റാങ്ക്. ഇത് എത്രാമത്തെ? 25th ഇത് കൊടുത്തത്. 25th PDR is equal to PDR into ഓക്കെ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? XU എന്നാണ് കൊടുക്കേണ്ടത്, കാരണം ഇതൊരു അരയാണ്. അതാണ് ബിൽഡ് റീബിൽഡ് ഓൾ. ഓക്കെ, ഇനി നിങ്ങൾ ആ ന്യൂമറേറ്റർ പ്രോഡക്റ്റ് കണ്ടു പറഞ്ഞേ. എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയത്? എക്സ് മൈനസ് എത്ര കിട്ടിയത്? വേഗം പറയും എല്ലാവരും ഈ ചാറ്റ് ബോക്സിൽ അയക്കും. ന്യൂമറേറ്ററിൽ നിങ്ങൾക്ക്
ഞാൻ നിങ്ങളുടെ ഓരോ കുട്ടികളുടെയും പേര് അറ്റൻഡൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യട്ടെ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയൂ നിങ്ങൾക്ക് എത്ര കിട്ടിയത് എന്നുള്ളത്. ന്യൂമറേറ്ററിന്റെ പ്രോഡക്റ്റ് പറയൂ. എന്താണ് ന്യൂമറേറ്ററിന്റെ പ്രോഡക്റ്റ്? എക്സ് മൈനസ് 1.08, എക്സ് മൈനസ് 1 മൈനസ് 1.5 മൈനസ് 1.3, എക്സ് മൈനസ് 1.5 മൈനസ് അതെത്രയെന്ന് പറയൂ എല്ലാവരും. ഇതാണ് അവസ്ഥ. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട് സാർ. ചെയ്തിട്ടില്ലേ? കാൽക്കുലേറ്റർ ഒന്നും എടുത്തിട്ടില്ലേ? വേഗം ചെയ്യൂ, എന്നിട്ട് ചാറ്റ് ബോക്സിൽ ഇടും. ഹലോ, ആരാണ്? യാ അതെ 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 അതെ. ഹലോ, എടോ നിങ്ങൾക്ക് ആകെ ഈ പ്രോഡക്റ്റ് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്ര സമയമുണ്ടോ, എടുക്കുന്നുണ്ടോ? ഇതാരാ? ബാക്കി എല്ലാവരും അയക്കുവോ? ഇത് നിർബന്ധമാണ്. ദിസ് ഈസ് എടാ, നിങ്ങൾ കാൽക്കുലേറ്ററിലൊക്കെ എടുക്കുമ്പോൾ അതിന്റെ കറക്റ്റ് വാല്യൂ തന്നെ തരണം കേട്ടോ. ഇനി ആരാ? സുരയ്യ എവിടെ പോയി? നമ്മുടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച അവന്റെ പേരെന്താ? ഷബാസ്. അൽഹംദുലില്ലാ കിട്ടി. ഇനി ആരാ ചെയ്യാത്ത? നിവേദ് ചെയ്തോ? ഓക്കെ ഓക്കെ. അപ്പൊ ന്യൂമറേറ്റർ കിട്ടി. ഇനി അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ ന്യൂമറേറ്റർ കിട്ടി. ഇനി ഡിനോമിനേറ്ററിൽ പി ഡി ആർ ഈസ് ഈക്വൽ ടു പി ഡി ആറിൽ എന്താ വേണ്ടത്? പി ഡി ആറിൽ നോക്കാം നമ്മൾ എന്താ കാണുന്നത് എന്നുള്ള. x1 മൈനസ് എന്തായാലും x0 മൈനസ് x0 എടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അത് 0 ആയി പോകില്ലേ x0 മൈനസ്. അപ്പൊ x0 മൈനസ് ആണെങ്കിൽ ആണെന്ന് പറയൂ. എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പി ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു പി ഡി എൻ പി ഡി ആർ ഈസ് സോറി, ഇത് നമ്മള് ന്യൂമറേറ്റർ ആണ് അല്ലേ പറഞ്ഞ്? പി എൻ ആർ ആയിരുന്നു അത്. സോറി, പി എൻ ആർ ഈസ് ഈക്വൽ ടു ഓക്കെ. പി എൻ ആർ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ പി എൻ ആർ നമുക്കൊന്ന് പ്രിന്റും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ തന്നെയാണ് എനിക്കും കിട്ടുന്നത്. ബിൽഡ് റീബിൽഡ് ഓണം ബിൽഡ് എക്സിക്യൂട്ട്. നിങ്ങൾ തന്നത് 9.24 ഇൻറ്റു 10⁻³ എന്നല്ലേ? ആണോ? അതെ സർ. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഡിനോമിനേറ്റർ നോക്കണം. പി ഡി ആർ ഈസ് ഈക്വൽ ടു പി ഡി ആർ ഇൻറ്റു, ഇനി എന്താ പറയേണ്ടത്? ഇവിടെ ബ്രാക്കറ്റിൽ ഇടേണ്ട പറയൂ. എന്താണ് പറഞ്ഞൂട്? xii മൈനസ് എക്സ് ഓഫ് ഐ. xii മൈനസ് എക്സ് ഓഫ് ഐ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതും ഒന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒന്ന് പറയൂ എത്രയാണ് കിട്ടേണ്ടതെന്നുള്ളത്. വേഗം എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കൂ. എന്നിട്ട് ചാറ്റ് ബോക്സിൽ ഇടൂ. എല്ലാവരും വരട്ടെ വരട്ടെ വരട്ടെ. ഇനിയിപ്പോ ഇത് കണ്ടിട്ട് പലരും അങ്ങോട്ട് എഴുതിയാ പോരാ. വാട്ട് അബൌട്ട് ദാന? കണ്ടന്നെ അങ്ങോട്ട് എഴുതാൻ തോന്നുന്നല്ലേ? ഓക്കെ, ഇനി അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത്
ഈ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു y0. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പ്രോഡക്റ്റ് എന്ന് എഴുതി. പ്രോഡ് ഈസ് ഈക്വൽ ടു അല്ലെ സം പ്രോഡ് എന്ന് എഴുതാം. പ്രോഡ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് എന്നുള്ള ഇനീഷ്യലൈസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ, ഇതിന്റെ ഫ്രാക്ഷൻ അല്ലേ. PNR ഡിവൈഡഡ് ബൈ പറയൂ, ആരെങ്കിലും പറയൂ. PNR divided by PDR ആ ഇനി എന്തുകൊണ്ടാ ഗുണിക്കേണ്ടത്? Y0 y0 എന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ, അത് y of i ആയി. അപ്പൊ ഈ ടേം കിട്ടി. ഇതിപ്പം ഫസ്റ്റ് ടേം കിട്ടി. സർ അവിടെ ബ്രാക്കറ്റ് ഉണ്ടേ? ഇവിടെ ഇത് ഒരൊറ്റ ടേം ആയതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ് ഇടാത്തത്. ഒന്നിലധികം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടണം. ടു ബി ഓൺ ദി സേഫർ സൈഡ് ഐ പുട്ട് ബ്രാക്കറ്റ്. ഇത് കിട്ടി. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് പ്രിന്റ് ചെയ്യാം. പ്രോഡ് PNR PDR പ്രോഡ്. പ്രോഡിനെ നമുക്ക് എഴുതും ചെയ്യാം. പ്രോഡ് റോഡി ബിൽഡ് എക്സിക്യൂട്ട്. അപ്പൊ അത് കിട്ടി. പ്രോഡ് ഈക്വൽ ടു -2 ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഈ പിന്നെ സമ്മ് ഇത് സമ്മ് ചെയ്യണം. നമുക്ക് ഇതിനെ സമ്മ് ചെയ്യണം. ഇവിടെ സമ്മ് ചെയ്യണം, ഇവിടെ സമ്മ് ചെയ്യണം, ഇവിടെ സമ്മ് ചെയ്യണം, ഇവിടെ സമ്മ് ചെയ്യണം. 4 ടേം ഉണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും പറയൂ, ആർക്കാ പറയാൻ പറ്റാ നോക്കട്ടെ. ബുദ്ധിയുള്ളവരാരുണ്ടോ? പറയ് ആർക്ക് പറയാം? ആരുമില്ലേ? എടാ ആരുമില്ലേ? ചിലപ്പോ നമ്മൾ ഈ FI നോട്ട് ഈക്വൽ ടു അത് II ഈ ഇതന്നെ പോരെ നമുക്ക് എല്ലാത്തിനും x0 അതുപോലെ മതി. അപ്പൊ എന്ത് ചെയ്യും എന്നുള്ള ഇനി പറയേണ്ടത്. അത് എവിടുന്ന് 0 ആണ് ഇവിടെ ഇട്ടത്. ഇനി 1 കൊടുത്താൽ ഇത് ശരിയാവോ നോക്കുക, 2 കൊടുത്താൽ ശരിയാവോ നോക്കുക, 3 കൊടുത്താൽ ശരിയാവോ നോക്കുക. അങ്ങനെ എല്ലാം ശരിയാവുകയാണെങ്കിൽ അതിനൊരു ഡു ലൂപ്പിൽ കൊടുത്താൽ മതി. അപ്പൊ പറയൂ എന്താ ചെയ്യേണ്ടത്? do II equal to do II is equal to 0 to 4 അല്ലേ നമ്മൾക്ക് എടുത്തിരിക്കുന്നത്? 4 എങ്ങനെ വരിക? എത്ര ടേമാ ഉള്ളത്? 3 ടേം ഉള്ളൂ. 3 ടേമേ ഉള്ളൂ. അപ്പൊ ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഇത് നോക്കും. നമ്മൾ വലിയ ലോറിയിലെ ലോഡ് കൊണ്ടുപോകുമ്പോൾ ഫ്രണ്ടിലെ വീല് കടന്നു കിട്ടിയാൽ ബാക്കിലെ വീലൊക്കെ അങ്ങോട്ട് പോയിക്കോളും. അത് മര്യാദക്ക് കടന്നാൽ കേട്ടോ, അല്ലെങ്കിൽ ചുമരൊക്കെ അപ്പുറത്ത് ചുമരവും ഒക്കെ പോയിക്കോളും. അങ്ങനെ ഇത് നമ്മള് അതിനെ കൊണ്ടാണ് ഞാൻ നേരത്തെ ഗ്രേറ്റർ ദാൻ ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. കറക്റ്റ് ആയിരിക്കണം. എൻ്റെ കൊടുത്തു. പക്ഷെ ഇത് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ, നമുക്ക് സമ്മ് കാണണം. അപ്പൊ സമ്മിനെ നമുക്ക് ആദ്യം ഇനീഷ്യലൈസ് ചെയ്യണം. എന്തായിട്ടാ ഇനീഷ്യലൈസ് ചെയ്യാ? 0 ആയിട്ട്. വെരി ഗുഡ്. കാരണം അതാണ് 0 ആണ് സമ്മിന്റെ ഐഡന്റിറ്റി. എന്തിനെ കൂട്ടിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെ കിട്ടുള്ളൂ. അപ്പൊ സമ്മ് കൊടുത്തു. ഇനി സമ്മ് ഈസ് ഈക്വൽ ടു ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാല് പ്രോഡ് കിട്ടിയില്ലേ? പ്രോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് കൊടുക്കാം? സം ഈസ് ഈക്വൽ ടു, നിങ്ങള് ഇതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാതെ പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അത് വേണമെങ്കിൽ ഒരു സം പ്ലസ് പ്രോഡ് കൊടുത്തു. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇതൊക്കെ കിട്ടിയില്ലേ? എല്ലാം കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മിനെ പ്രിന്റ് ചെയ്യാം. ഇനിയിപ്പോ ഈ PNR ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. റൈറ്റ് സ്റ്റാർ സം
സമ്മ് നീ നമ്മൾ ശരിയാണോ നോക്കണ്ടേ? ശരിയാണോന്ന് എങ്ങനെ നോക്കുക? എക്സ്പോണൻഷ്യൽ ആണ് ഫംഗ്ഷൻ. എക്സ്പോണൻഷ്യൽ എക്സ് എന്ന് കൊടുത്താ പോരെ, എക്സ് യു കേട്ടോ. നമുക്ക് നോക്കാം. ബിൽഡ് റീബിൽഡ് ഓൾ ബിൽഡ് എക്സിക്യൂട്ട്. എന്തോന്ന് തെറ്റിയിട്ടുണ്ട്. എന്താണ് തെറ്റിയത്? ഇവിടെ അല്ല അത് സമ്മ് ചെയ്യണ്ട കേട്ടോ. ഈ ഡൂ ലൂപ്പിന്റെ ഉള്ളിലല്ല, അത് പുറത്താണ്. തെറ്റിപ്പോയി. ഇവിടെ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴാണ് സമ്മ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഫ്രോഡ്. അല്ലെ അത് വീണ്ടും വീണ്ടും ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടോ. 4.481014 കിട്ടിയത്. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. കാരണം ദിസ് ഈസ് എ പോളിനോമിയൽ ഓഫ് 4 പോയിന്റ് ഉണ്ടെങ്കിൽ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 ആണ്. അതുകൊണ്ട് തന്നെ അത് പോരാത്തത് കൊണ്ടാണ്. പക്ഷെ നമുക്കറിയാം 4.481 വരെ കറക്റ്റ് ആയിട്ട് കിട്ടി. മനസ്സിലായോ? ഇതാണ് ദിസ് ഈസ് ദി പ്രോഗ്രാം ഫോർ ലഗ്രാഞ്ചീസ് ഇന്റർപോളേഷൻ. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ചുരുക്കാം. ഇതെല്ലാം കൂടി ഒരൊറ്റ ലൈനിലേക്കാക്കി മാറ്റാം. PNR പ്രോഡ് ഈസ് ഈക്വൽ ടു എന്ന് തന്നെ ഇതൊക്കെ ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ എഴുതിയാൽ ഒരു പക്ഷെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തീരാം. അപ്പൊ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി എഴുതാം. ഈ 3 എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 എന്ന് എഴുതിയതൊക്കെ n എന്ന് എഴുതിക്കൂടെ നമുക്ക്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ 3 എന്നുള്ളതിന് പകരം 5 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മള് 6 ഡാറ്റ ഉണ്ടല്ലോ യഥാർത്ഥത്തില്. ഔട്ട്പുട്ട് ഔട്ട്പുട്ടില് ഡാറ്റ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ആ പ്രോഗ്രാം പിന്നെ ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് 3 4 ഡാറ്റയുള്ളൂ. അപ്പൊ ഔട്ട്പുട്ട് 3 ജനറേറ്റ് ചെയ്യുന്ന ഇത് പ്രോഗ്രാം നമ്പർ 70 അല്ലേ, 69 ഒന്നും കൂടി റൺ ചെയ്യാം. അപ്പൊ ഞാനിത് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് കാണിക്കാം. 4 എന്നുള്ളതിന് പകരം 6 എന്നില്ല. ബിൽഡ് റീബിൽഡ് ഓൾ ബിൽഡ് എക്സിക്യൂട്ട് ഇൻപുട്ട് 3 1 2 3 4 5 6. ഇനി 69 ഒന്നെടുക്കുന്നു. ഫയൽ ക്ലോസ് വർക്ക് സ്പേസ് കൊടുക്കുന്നു. എന്നിട്ട് 69 ഒന്നും കൂടി എടുക്കുന്നു. ബിൽഡ് റീബിൽഡ് ഓൾ കൊടുക്കുന്നു. യെസ് കൊടുക്കുന്നു. ബിൽഡ് എക്സിക്യൂട്ട് കൊടുക്കുന്നു. അതോടെ നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് കിട്ടുന്നു. ഔട്ട്പുട്ട് എന്നുള്ള ഔട്ട്പുട്ട് 3 കിട്ടുന്നു. ഇവിടെ 1 2 3 4 5 6 കിട്ടുന്നു. ഇനി 70 എടുക്കുന്നു. ഫയൽ ക്ലോസ് വർക്ക് സ്പേസ് എടുക്കുന്നു. ഇപ്പൊ ഇവിടെ 5 ഡാറ്റ ഉണ്ട് കേട്ടോ. 6 ഡാറ്റ ഉണ്ട്. ബിൽഡ് റീബിൽഡ് ഓൾ കൊടുക്കുന്നു. ബിൽഡ് എക്സിക്യൂട്ട് കൊടുക്കുന്നു. 4.48168 കണ്ടോ? ഇവിടെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടി. 4.48168 മനസ്സിലായോ? ഹലോ
യെസ് സർ. എന്താണ് ഇതിന്റെ ഗുണപാഠം എന്താണ്? ഈ ഇപ്പൊ ഞാൻ ചെയ്തതിനുള്ള ഗുണപാഠം എന്താണ്? വാട്ട് ഈസ് എന്നിന്റെ വാല്യൂ കൂടുമ്പോഴേക്കും കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് കിട്ടും. The reason is that if we increase the number of data n, so we will be accommodating higher degree polynomials. So naturally we will get more accurate value. മനസ്സിലായോ? യെസ് സർ. അപ്പൊ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാം മനസ്സിലായോ? പ്രോഗ്രാം മനസ്സിലായോ? എങ്ങനെയാണ് എഴുതുന്നത് എന്നൊക്കെ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട് സർ. അതിനാണ് പറയുന്ന ആൽഗോരിതം എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്തത് എങ്ങനെയാണ്? കാരണം നമുക്ക് ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയാൽ ദിസ് ഇക്വേഷൻ മസ്റ്റ് പ്രോപ്പർലി ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് എ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പിൽ നമ്മളിപ്പം i = 0 എന്ന് കൊടുത്ത് എന്നതിന് പകരം >0 എന്ന് കൊടുത്താൽ ഓക്കെ ആണ് ഒരു ടേമിന്റെ കേസിൽ. അപ്പോൾ ii = 1 ആവുമ്പം അത് വാലിഡ് അല്ല. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് we have to generalize the term so that you will get the correct answer. കേട്ടോ? അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ടൈമാണ്. നിങ്ങൾ ചോദിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊരു 4 വാല്യൂ എടുത്തു വിചാരിക്കാം. അപ്പൊ നമ്മളെടുത്ത വാല്യൂ ഒരു 1.5ന്റെ ഉള്ളിൽ ഒതുങ്ങുന്നതാണ്. അപ്പൊ നമ്മൾക്ക് ആ വാല്യൂനെ അതിലുള്ള വാല്യൂനേക്കാളും പുറത്തുള്ളൊരു എക്സ് എടുത്താൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റും. അതിനാണ് പറയുന്നത് എക്സ്ട്രാപോളേഷൻ എന്നാ പറയുന്നത്. ഓക്കെ, നമുക്കത് ഇപ്പൊ തന്നെ ചെയ്ത് നോക്കാം. ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് പിന്നെ ഏതാ കൊടുക്കേണ്ടത് നീ പറയും. നമ്മളിപ്പോ ഇവിടെ കൊടുത്ത വാല്യൂസ് പിന്നെ നമുക്ക് നോക്കാം. അതിന്റെ പുറത്തുള്ള വാല്യൂ കൊടുക്കാം. കാരണം ഇത് പോളിനോമിയലാണ്. പിന്നെ 1.98 വരെ ഉണ്ട്. നമുക്കൊരു 2.2 കൊടുത്താലോ? കൊടുക്കാം സർ. ഓക്കെ, അപ്പൊ ഏതാണ് നമ്മൾ അത് കൊടുക്കേണ്ടത്? പ്രോഗ്രാം 70. ഏതാണ് അൺനോൺ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. ഏതാണ്? പറയൂ, ഏതാണ്? 2.2. അത് ശരിയാണോ എന്ന് എങ്ങനെ നമ്മൾ നോക്കുക? ഇവിടെ ഉണ്ട് xu എക്സ്പോണൻഷ്യലിന്റെ വാല്യൂ. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. ബിൽഡ്, റീബിൽഡ് ഓൾ, ബിൽഡ്, എക്സിക്യൂട്ട്. 9.0245 അല്ലേ? അപ്പൊ 02425 ഓൾമോസ്റ്റ് കറക്റ്റ് അല്ലേ? ഓക്കെ സർ. ഇത് എക്സ്ട്രാപോളേഷൻ വഴി നമ്മളുടെ വാല്യൂവിനേലും പുറത്തുള്ള വാല്യൂ കൂടി നമുക്ക് ചെയ്ത് കിട്ടൂലേ? കിട്ടും. ഇനിയിപ്പോ ഇതെന്താ വെച്ചാല് ഇപ്പൊ ഇവിടെ കൂടാൻ കാരണം എന്തുകൊണ്ടാ വെച്ചാല് ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. ആസ് എക്സ് ഇൻക്രീസസ് അവിടെ ഇത് പിന്നെ സ്ലൈറ്റ്ലി ഡീവിയേറ്റ് ഫ്രം ദി വാല്യൂ. പക്ഷെ ഇനി നമുക്ക് ഇതിന്റെ താഴെയുള്ള വാല്യൂ നോക്കാം. നമ്മള് താഴെയുള്ള വാല്യൂ ഇപ്പൊ ഇവിടെ കുറഞ്ഞ ഡീവിയേഷൻ വന്നു. ഇനിയിപ്പോ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് 3യില് 1 ആണ് ഇവിടെ ഉള്ളത്. ഞാൻ പിന്നെ 0.5 കൊടുത്തു. അപ്പോഴെന്താ വരിക നോക്കാം. 0.5. അപ്പം ആക്യുറസി കൂടോ കുറയോ നോക്കാം. എന്നിട്ട് അതിന്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അപ്പൊ xu = 0.5 എന്ന് കൊടുത്തു. സേവ് ചെയ്തു. ബിൽഡ്, റീബിൽഡ് ഓൾ, ബിൽഡ്, എക്സിക്യൂട്ട്. 1.6467. 1.64 മോർ ഓർ ലെസ് 3 ഡിജിറ്റ് വരെ 646 ആണ്. 64 അല്ലെ? മോർ ഓർ ലെസ് അതും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടേണ്ടിയിരുന്നു. കാരണം ഇത് ജനറേറ്റ് ചെയ്യാൻ വി നീഡ് പിന്നെ ലെസർ ഡിഗ്രി പോളിനോമിയൽ മതി. എന്നാലും ദിസ് ഈസ് ഔട്ട്സൈഡ് ദി റേഞ്ച്. അതുകൊണ്ട്
പിന്നെ നമ്മൾ എന്ത് ചെയ്യുവെച്ചാല് ഹയർ ഡിഗ്രി പോളിനോമിയലില് ആ ഡാറ്റയുടെ പുറത്താവുമ്പോൾ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള വാല്യൂ കൊടുത്തു നോക്കാം. നമുക്ക് അപ്പൊ എക്സ്ട്രാപൊളേഷൻ ക്യാൻ ഗീവ് സ്ലൈറ്റ്ലി ഡീവിയേറ്റഡ് വാല്യൂ. ഇനി നമുക്ക് ഇതിന്റെ അകത്തുള്ള ഒരു വാല്യൂ കൊടുത്തു നോക്കാം. നമുക്ക് ഞാൻ 1.5 കൊടുത്തു. നമ്മൾ നേരത്തെ എത്ര കൊടുത്തിരുന്നു? ആദ്യത്തില് 1.2 1.5 അല്ല, ഞാൻ 2 കൊടുത്തു. 1 അല്ല 1.7 കൊടുത്തു. എക്സ്ക്യൂസ് മീ സർ, come on. ഇന്റർപോളേഷനും എക്സ്ട്രാപോളേഷൻ ചെയ്യുന്ന മെത്തേഡ് സെയിം ആണോ? Yeah, method is same, but it would be okay. I'll tell you. Rebuild all, build, execute. 5.4739 4. So if you have a set of data, interpolation will give more correct result than എക്സ്ട്രാപൊളേഷൻ. എക്സ്ട്രാപൊളേഷനിൽ യഥാർത്ഥത്തിൽ എന്താ വെച്ചാല് പിന്നെ ഇതേ ഫോർമുല തന്നെ യൂസ് ചെയ്യാം, പക്ഷെ ദാറ്റ് മേ ഡീവിയേറ്റ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളിപ്പോ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡ്, പിന്നെ ഒരു മാസം വരെ കൊടുക്കുന്ന ഫുഡ്, ആ കുട്ടിയുടെ ഹൈറ്റ്, അങ്ങനെ എടുത്തു. അപ്പൊ നമുക്ക് പിന്നെ 1 year വരെ വി വിൽ ഗെറ്റ് എ സ്മൂത്ത് വേരിയേഷൻ. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നോക്കാം, ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിക്ക് ഫുഡൊക്കെ കൊടുക്കുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഡീവിയേഷൻ വരുമോ? യെസ് ഓർ നോ? ഹലോ? നോ സർ. വരില്ല. അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സാച്ചുറേറ്റ് ചെയ്തു പോയി. പിന്നെ എത്ര കൊടുത്തു കഴിഞ്ഞാലും ഗ്രോത്ത് ഉണ്ടാവില്ല, അല്ലേ? അപ്പൊ എല്ലാം അതേ രീതിയിൽ. അപ്പൊ ഗ്രോത്ത് ഇല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? കോൺസ്റ്റന്റ് ആയിട്ട് represent. അല്ല, ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് കോൺസ്റ്റന്റ് ആയാലും അത് ഫിക്സ്ഡ് ആയിപ്പോയില്ലേ? നമുക്ക് ഈ കപ്പാസിറ്റർ ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ടല്ലേ? I will show you that. One float ഇങ്ങനെ കിട്ടിയില്ലേ? ഇത് പിന്നെ ഇങ്ങനെ കൂടിക്കൊണ്ട് വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈ ഒരു ഫംഗ്ഷൻ എടുത്തു, 1 minus exponential x എടുത്തു. 1 minus അല്ല, എന്തായിരുന്നു? എക്സ്പോണൻഷ്യൽ. ഈ കപ്പാസിറ്റർ 1 minus exponential ഇത് കണ്ടില്ലേ ഇങ്ങനെ? അപ്പൊ ഞാൻ 0 to ലെറ്റസ് 10 വരെ കണ്ടോ? ഇവിടെ സാച്ചുറേറ്റ് ചെയ്തില്ലേ? യെസ് ഓർ നോ? Yes sir. യെസ് സർ. ഈ രീതിയിലുള്ള ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ ഇപ്പോ 20 വയസ്സ് വരെ ഗ്രോത്ത് ഒക്കെ കൂടിയിട്ട് 20ാമത്തെ വയസ്സോ അല്ലെങ്കിൽ 18ാമത്തെ വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ എത്ര ഫുഡ് കൊടുത്തിട്ടും കാര്യമില്ല, പിന്നെ ഹൈറ്റ് കൂടോ? അല്ലേ? So there are some functions where you can അതേ രീതിയിൽ ഇങ്ങനെ നേരെ തിരിച്ചു ആവാം കേട്ടോ. അപ്പം പിന്നെ അപർണ എന്തായിരുന്നു? വാട്ട് വാസ് യുവർ ക്വസ്റ്റ്യൻ? സർ, ഈ നമ്മളിപ്പോൾ മെത്തേഡ് ചെയ്തത് ഇന്റർപോളേഷൻ മെത്തേഡ് ആയിരുന്നു. ഫസ്റ്റ് പ്രോബ്ലമിൽ നമ്മൾ 1.5 വാസ് ഔട്ട് ഓഫ് ദ എക്സ് വാല്യൂസ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ്
No, So no, no. 1 minute. 1.5 was within the x values. 1.5 ആ within the x ആയിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. sir 1 to 1.39 values അല്ലേ? അല്ല, ഞാൻ കാണിച്ചു തരാം. 1 നമ്മുടെ ഡാറ്റ ഏതൊക്കെയായിരുന്നു? ഔട്ട്പുട്ട് 3 എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ വാല്യൂ, എക്സ് വാല്യൂ 1. ഇതിന്റെ ഇടയിൽ തന്നെയുള്ള വാല്യൂ അല്ലേ 1.5 നമ്മൾ കൊടുത്തത്. Then sir later on we shifted to 4 data's value. അത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര വാല്യൂ കൊടുത്തു, ഇങ്ങനെ ഇത്രേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് കാൽക്കുലേഷന് എളുപ്പത്തിന് ആ ടൈമില് 1.5 വാസ് ഔട്ട്സൈഡ് ദി X values. It is extrapolation, correct. Right now it is interpolation 1.5. ഇനി ഞാൻ 2 നമ്മൾ ഒരു പ്രോബ്ലം കൂടി ചെയ്തു, 2.2 ആയിട്ട് ചെയ്തു. ദാറ്റ് ഈസ് ഈ കേസിലും എക്സ്ട്രാപൊളേഷൻ ആണ്, ഈ കേസിലും എക്സ്ട്രാപൊളേഷൻ ആണ്. അണ്ടർസ്റ്റാൻഡ്? പിന്നെ നമ്മളൊരു 0.5 ചെയ്തു, അപ്പോഴും ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ദി റേഞ്ച്, ദാറ്റ് ഈസ് ആൾസോ എക്സ്ട്രാപൊളേഷൻ. Okay. Any other question? Any other question?